രാജ്യതലസ്ഥാനത്ത് കേട്ടുകേൾവിയില്ലാത്ത ഒരു അസാധാരണ നീക്കം നടക്കാൻ പോകുന്നു. എപ്പോഴും സമരക്കാരെ നിയന്ത്രിക്കാനും ക്രമസമാധാനം പാലിക്കാനും രാപ്പകൽ അധ്വാനിക്കുന്ന പോലീസുകാർ തന്നെ നീതി തേടി തെരുവിലിറങ്ങുന്ന കാഴ്ചയ്ക്കാണ് ഡൽഹി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതെ, പോലീസുകാർ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. വരുന്ന ജൂലൈ 31-ന് ജന്തർ മന്ദർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വിരമിച്ച ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരുടെ അസാധാരണമായിട്ടുള്ള ഒരു വലിയ ധർണയ്ക്കാണ്. രാവിലെ 11 മുതൽ വൈകിട്ട് 5 വരെ സമാധാനപരമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഡൽഹി പോലീസ് ഫെഡറേഷൻ പോലീസ് കമ്മീഷണർ അനുരാഗ് കുമാറിന് ഔദ്യോഗികമായി അപേക്ഷ നൽകി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന കൂറക്കൂട്ടം രാജ്യതലസ്ഥാനത്ത് നടത്തിയ ആസൂത്രിതമായിട്ടുള്ള അഴിഞ്ഞാട്ടങ്ങളാണ് റിട്ടയേർഡ് പോലീസുകാരെ ഈ പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. ജൂലൈ 20-ന് ജന്തർ മന്ദറിൽ CJP നടത്തിയ പാർലമെന്റ് മാർച്ചിൽ വിദ്യാർത്ഥികളുടെ മറവിൽ നുഴഞ്ഞുകയറിയ സാമൂഹിക വിരുദ്ധർ അക്ഷരാർത്ഥത്തിൽ പോലീസിനെ വേട്ടയാടുകയായിരുന്നു. സ്വന്തം ഡ്യൂട്ടി ചെയ്യുകയായിരുന്ന 150-ലധികം എന്ന് പറയുന്നു അത്രയും പോലീസുകാർക്കാണ് അന്ന് ക്രൂരമായി മർദ്ദനമേറ്റത്. രാജ്യത്തെ സേവിക്കുന്ന കാക്കി ധരിച്ചവർക്ക് നേരെ കല്ലെറിയുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുക എന്നിട്ട് പോലീസ് അതിക്രമം കാട്ടി എന്ന് പറഞ്ഞ് കോടതിയിലും മാധ്യമങ്ങളിലും പോയി കണ്ണീരൊഴുക്കി ഇരവാദം മുഴക്കുക, ഇതാണ് CJPയുടെ തന്ത്രം. നീറ്റ് പരീക്ഷാ വിവാദവും മറ്റു പ്രശ്നങ്ങളും പറഞ്ഞ് യഥാർത്ഥ വിദ്യാർത്ഥികളെ ഹമാസ് മാതൃകയിൽ മുൻനിരയിൽ ഒരു ഹ്യൂമൻ ഷീൽഡായി നിർത്തി ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് പോലീസിനെ ആക്രമിക്കുന്ന ഭീരുത്വമാണ് അന്ന് രാജ്യം കണ്ടത്. പോലീസിനെ ആക്രമിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ നോക്കുകുത്തിയാക്കാനാണ് CJP ശ്രമിക്കുന്നത്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിന് കണ്ണീർ വാതകവും ലാത്തി ചാർജും പ്രയോഗിക്കേണ്ടി വന്നത് ഈ അരാജകവാദികളുടെ അക്രമം അതിരുകടന്നപ്പോൾ മാത്രമാണ്. എന്നിട്ടും തങ്ങൾ ഇരകളാണെന്ന നെറേറ്റീവ് ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിച്ചത്. സുപ്രീം കോടതി പോലീസിനെതിരെ ചില പ്രോട്ടോകോൾ നിരീക്ഷണങ്ങൾ നടത്തിയതിനെ CJPയും അവരുടെ സിൽബന്ദികളും ഇപ്പോൾ വലിയ ആഘോഷമാക്കുകയാണ്. എന്നാൽ നിയമം കയ്യിലെടുത്തവരെ കണ്ടെത്തണം എന്നും ആര് അതിക്രമം കാണിച്ചാലും കർശന നടപടി എടുക്കണമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഈ അക്രമികൾ സൗകര്യപൂർവ്വം മറക്കുന്നു, അല്ലെങ്കിൽ അവരത് പുറത്തു പറയുന്നില്ല. പോലീസിന്റെ കൈകൾ നിയമം കൊണ്ട് കെട്ടിയിട്ടിട്ട് അവരെ ഇഷ്ടാനുസരണം എറിഞ്ഞു വീഴ്ത്താമെന്നത് ഈ ഗുണ്ടാ സംഘങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. തങ്ങളുടെ ഡ്യൂട്ടിക്കിടയിൽ ചോര ഒഴുക്കേണ്ടി വന്ന സഹപ്രവർത്തകർക്ക് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിരമിച്ച ഉദ്യോഗസ്ഥർ ഇപ്പോൾ നേരിട്ട് കളത്തിലിറങ്ങുന്നത്. സ്വന്തം ജീവൻ പണയം വെച്ചും സാധാരണക്കാർക്ക് കാവൽ നിൽക്കുന്ന പോലീസുകാരെ, അവരുടെ സ്വത്തിനെയും ജീവനെയും സംരക്ഷിക്കുന്ന പോലീസുകാരെ സാമൂഹിക വിരുദ്ധരെ ഉപയോഗിച്ച് ആക്രമിച്ചിട്ട് പുറത്ത് മതേതരത്വം പ്രസംഗിക്കുന്ന CJPയുടെ ഇരട്ടത്താപ്പും പൊള്ളത്തരവുമാണ് ഇവിടെ പൂർണ്ണമായും പൊളിഞ്ഞു വീഴുന്നത്. പോലീസ് യൂണിഫോമിന് മേൽ വീണ ഓരോ തുള്ളിച്ചോരയ്ക്കും ഈ അക്രമികൾ മറുപടി പറയേണ്ടി വരുമെന്ന വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഡൽഹി പോലീസ് ഫെഡറേഷന്റെ ഈ അസാധാരണ നീക്കം. നിയമപാലകർക്കൊപ്പമാണോ അതോ രാജ്യത്ത് കലാപം സൃഷ്ടിക്കുന്ന അരാജകവാദികൾക്കൊപ്പമാണോ നിൽക്കേണ്ടതെന്ന് പൊതുസമൂഹം തീരുമാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.